നവമിക്കൊപ്പം കിടന്ന ജിത്തും ഒന്ന് മയങ്ങിപ്പോയി. 11 മണിയായപ്പോഴാണ് അവൻ എഴുന്നേറ്റത്. അത്യാവശ്യം കൊണ്ടുപോകാനുള്ളത് എടുത്തു വെച്ചിട്ട് ഫ്രഷായി വന്നു അവളെ വിളിച്ചുണർത്തി. ദേ പോകണ്ട നവമി, സമയമായടാ കുഞ്ഞെ. വീട്ടിലിരുന്ന അവളെ പൊതിഞ്ഞ് പിടിച്ചോണ്ട് ജിത്തു പറഞ്ഞു. ഇങ്ങനെ തന്നെ ഇരിക്കാൻ തോന്നുന്നു ജിത്തേട്ടാ. അവന്റെ കഴുത്തിൽ മുഖം ചേർത്ത് വെച്ച് നവമി പറഞ്ഞു. നമുക്ക് വീട്ടിൽ പോയിട്ട് എത്ര സമയം വേണേലും ഇങ്ങനെ ഇരിക്കാടാ കുഞ്ഞെ. അവളുടെ നെറുകൽ ചുണ്ടു ചേർത്ത് ജിത്തു. ഒന്ന് മോളിക്കൊണ്ട് നവമി പതി എഴുന്നേറ്റ് ഫ്രഷ് ആവാൻ പോയി. ആ പോക്ക് നോക്കി ഒരു ചിരിയോടെ ജിത്തു ബെഡിൽ ചാഞ്ഞു കിടന്നു. രാത്രിയാണ് ജിത്തുവും അമ്മയും ദേവി നിലയത്തിലെത്തിയത്. നമ്മള് ഇങ്ങ് വന്നെന്ന് ഏട്ടനോട് പറഞ്ഞു ജിതേട്ടാ. പറഞ്ഞല്ല കാണാ, നാളെ മണിമംഗലത്ത് വരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഉറക്കം വരുന്നുണ്ട് ജിതേട്ടാ. ഫ്ലൈറ്റ് ഇറങ്ങി വരും വഴി കഴിച്ചിട്ട് വന്നതുകൊണ്ട് ഒന്ന് ഫ്രഷായി വന്ന നവമി ജിത്തുവിന്റെ മടിയിൽ ചാഞ്ഞു കിടന്നു പറഞ്ഞു. നമുക്ക് ഈ തവണ പോകും മുൻപ് ഇവിടെ ബെഡും ഫാനും ഒക്കെ വാങ്ങിയിടണം കേട്ടോ കുഞ്ഞെ. നിലത്ത് വിരിച്ച ഷീറ്റിൽ കാല് നീട്ടി ചുമരിൽ ചാരിയിരുന്ന ജിത്തുവിന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന നവമിയുടെ തലയിൽ തലോടി അവൻ പറഞ്ഞു. നവമി മൂളിയതേയുള്ളൂ, പിന്നൊന്നും മിണ്ടിയില്ല അവൾ. ജിത്തു നോക്കുമ്പോൾ ഉറക്കം പിടിച്ചിട്ടുണ്ടാൾ. അവൻ അവളെ നിലത്തേക്ക് കിടത്തി. പിന്നെ അവൾ കരികിൽ ചേർന്ന് കിടന്ന് ചുറ്റിപ്പിടിച്ച് കണ്ണുകൾ അടച്ചു. ജിത്തു അവിടെ നിന്ന് ഇറങ്ങി. ആര്യ കൊച്ചുകൂടയില്ലേ? കല്യാണത്തിന് ദിവസം നോക്കാൻ പോകാനായി റെഡിയായി വന്ന രാമചന്ദ്രൻ തിരക്കി. ജിത്തുവേട്ടനും ആമിയും എത്താറായി അച്ഛ. ഒരു 10 മിനിറ്റ്, അതിനിടയിൽ അവരിങ്ങെത്തും. ആര്യൻ ഫോണിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. വലിയേട്ടാ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ, ദിവസം നോക്കലും ഉറപ്പിക്കലും ഒക്കെ. കാർത്തിക രാമചന്ദ്രനോട് വീണ്ടും ചോദിച്ചു. ഇനിയും എന്താലോചിക്കാനാണ് കാത്തു? എൻ്റെ മോൻ ഒരു കുട്ടിയെ ഇഷ്ടപ്പെട്ടു, അത് ഞാൻ കൂടെ നിന്ന് നടത്തി കൊടുക്കുന്നു. അതിലെന്താ പ്രശ്നം? എൻ്റെ ഏട്ടാ, ഈ നാട്ടിൽ നമുക്കൊരു വിലയുണ്ട്, അതില്ലാതെയാണോ ഈ ആലോചന? അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടൊരു പെണ്ണിനെ നിർത്ത് കാർത്തികെ. ജാതിയും മതവും മാറിയാലോ പണം കുറവായാലോ മാത്രമേ നാണക്കെടും തല ഉയർത്താൻ പറ്റുകയുള്ളൂ. ജിത്തു വേണിയുമായി കല്യാണം കഴിക്കാത്ത ലിവിങ് ടുഗദർ റിലേഷൻ നടത്തിയപ്പോഴും എൻ്റെ ആമിമോൾക്ക് വേണ്ടി പറഞ്ഞുറപ്പിച്ച നിന്റെ ഇളയ മകനെ കള്ളജാതക ദോഷം പറഞ്ഞ് എൻ്റെ മോളെ കൊണ്ട് കെട്ടിച്ചപ്പോഴും ഒന്നും നിനക്ക് ഈ പറഞ്ഞ നാണക്കെടും തല ഉയർത്താൻ ബുദ്ധിമുട്ടും ഉണ്ടായില്ലേ? രാമചന്ദ്രൻ അനിയത്തിക്ക് നേരെ പൊട്ടിത്തെറിച്ചു. അയാളുടെ മുഖത്തെ ദേഷ്യം കണ്ട് കാർത്തിക മാത്രമല്ല രേവതിയും വിരണ്ടുപോയി. ഇരുവരും മറുപടിയില്ലാതെ മുഖം കുനിച്ചു. അളിയിന് വിഷമം തോന്നരുത്, എൻ്റെ അനിയത്തിയൊക്കെ തന്നെയാണ്, പക്ഷേ അല്പം വിഷമുണ്ട് മനസ്സിൽ. രാമചന്ദ്രൻ വിഷമത്തോടെ ആദിത്യന്റെ കൈ പിടിച്ചു പറഞ്ഞു. എനിക്കൊരു വിഷമമില്ല അളിയ. ഇന്ന് രാത്രിക്ക് പിള്ളേര് അവിടെ നിന്ന് ഇറങ്ങിപ്പോയ ദിവസം തന്നെ ഞാൻ മനസ്സിലാക്കിയതാണ്. ദാ എത്തിയല്ലോ കുട്ടികൾ. അയാളെ സങ്കടത്തോടെ പറഞ്ഞു തുടങ്ങിയതും ജിത്തുവും അവന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു. നാമയും തറവാട്ടിലേക്ക് കയറി വന്നു. വലിച്ച ആര്യേട്ടൻ ഞങ്ങൾ എത്തിയേ, ഇനി കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവുള്ളൂ. ഓടി വന്ന് ആര്യന്റെ കയ്യിൽ തൂങ്ങി നവമി പറഞ്ഞു. ദീപ്തിക്ക് അടുത്തിരുന്ന ഓമന കുഞ്ഞമ്മ നവമിയുടെ മുഖത്തെ സന്തോഷവും ചിരിയും അസ്യയോടെ നോക്കി. മാമൻ എന്താ മിണ്ടാതിരിക്കുന്നേ? ആര്യനെ വിട്ട് ആദിത്യനരികിൽ വന്നിരുന്നു നവമി. ഒന്നുമില്ലടാ, സുഖമല്ലേ കുഞ്ഞെ നിങ്ങൾക്ക്? അയാൾ ജിത്തുനെയും നവമിയും മാറി മാറി നോക്കി ചോദിച്ചു. സുഖമാണല്ലോ, കണ്ടില്ലേ ഞാൻ വണ്ണം വെച്ചു, ഗുണ്ടേ. എപ്പോഴും ഐസ്ക്രീം കഴിക്കുന്നോണ്ടാണെന്നാ ജിത്തേടൻ പറയുന്നത്. ആരിന്റെ അടുത്തിരുന്ന് കൊഞ്ചി പറയുന്നവളെ ഇഷ്ടക്കേടോടെ നോക്കിയിരുന്നു ദീപ്തി. എങ്കിൽ നഷ്ടബോധമായിരുന്നു അവിയിൽ. നിങ്ങൾ എന്തിനാ ദേവി നിലയത്തിലായിരുന്നല്ലേ ജിത്തു? ഇങ്ങോട്ട് വന്നോടെ, ഈ തറവാട് എൻ്റെ ആമയുടെയാണ്, ഇവിടെ അവൾക്കുള്ള അവകാശം കഴിഞ്ഞ് ആർക്കുള്ളൂ. രാമചന്ദ്രൻ ഓമന കുഞ്ഞമ്മയെ തറപ്പിച്ചു നോക്കി പറഞ്ഞു. ഞങ്ങൾക്ക് അവിടെ പോകാനാണ് തോന്നിയത് അമ്മാവ. അതുമല്ല, നവമിക്ക് അവിടെയാണ് ഇഷ്ടം, അതുകൊണ്ട് അങ്ങോട്ട് പോയി, അത്രയേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, കല്യാണക്കാരി എങ്ങനെയാണ്? ആരിന്റെ വയറ്റിൽ പതിയെന്ന് ഇടിച്ചുകൊണ്ട് ചിത്തു വന്നു. നവമിയോട് ചേർന്നിരുന്നു. അവന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ച തോൾ ചാഞ്ഞിരുന്ന നവമി ആ നിമിഷം അവന്റെ ചുണ്ടെന്ന നിറുകയിൽ അമർന്നത് മറ്റാരും കണ്ടില്ലെങ്കിലും ദീപ്തി കണ്ടു. അവളുടെ മുഖം മസിയിൽ ചുളുങ്ങിപ്പോയി. കല്യാണം നിങ്ങൾ കെട്ട് നടത്തിയ അമ്പലത്തിൽ മതി, അതുപോലെ സിമ്പിളായിട്ട് കുഞ്ഞൊരു ചടങ്ങ്, ആര്യൻ ജിത്തുവിനോടായി പറഞ്ഞു. അയ്യോ, അപ്പോ എനിക്ക് അടിച്ചു പൊളിക്കാൻ പറ്റൂലേ? എനിക്ക് സാരി കൊടുത്ത് ഷൈൻ ചെയ്യണമെന്ന് കരുതിയിരുന്നതാണ് ജിത്തേട്ടാ. ഈ ആര്യേട്ടൻ എന്നെ പറ്റിച്ചോ? മുഖത്ത് സങ്കടം നിറച്ച് ജിത്തുവിനെ നോക്കി നവമി. എൻ്റെ കണ്ണിന് സാരിയല്ലേ വേണം, ദാ നമ്മൾ ഇന്ന് തന്നെ പോയി വാങ്ങും. കല്യാണത്തിന് ജിത്തേട്ടൻ്റെ കുഞ്ഞിനെ സാരി കൊടുത്താൽ പോരെ? മതി. നവമി തലയാട്ടി സമ്മതം അറിയിച്ചു. എടാ മക്കളെ, എന്നാൽ ഞങ്ങൾ പോയി ദിവസം നോക്കി വരാം, നിങ്ങളിരിക്കെ. രാമചന്ദ്രനും കൃഷ്ണനും ആദിത്യനും കൂടെ പുറത്തേക്ക് പോയി. ജിത്തേട്ടാ, ഞാൻ ഗൗരിയുടെ വീട്ടിൽ പോവാണേ. ജിത്തുവിൻ്റെ ചെവിയിൽ നവമി പതിയെ പറഞ്ഞു. ഇപ്പം പോണോ? ജിത്തുവും അതുപോലെ ചോദിച്ചു. എന്താടാ ഏട്ടൻ്റെ കുഞ്ഞിന് ഒരു രഹസ്യം പറച്ചിൽ? ആരിനും അവൾക്ക് അരികിലിരുന്നു. അതൊന്നും ഇല്ലടാ, ഗൗരിയുടെ അടുത്തേക്ക് ഓടാൻ നോക്കുവാണ്. ജിത്തു ചിരിയോടെ ആരിനോട് പറഞ്ഞു. ജിത്തു, ഇവിടെ ഞാൻ നിന്ന് നീ കണ്ടില്ലേ? എന്നിട്ട് ഈ നേരം വരെ ഒരു അക്ഷരം നീ എന്നോട് വേണ്ടിയോ? ഇന്നലെ വന്ന ഈ ആമിയാണ് അല്ലടാ നിനക്ക് വലുത്, അല്ലാതെ പെറ്റത്തള്ളയെ നീ കാണുന്നില്ലല്ലോ. കാർത്തിക ദേഷ്യത്തോടെ ജിത്തുവിനെ നോക്കി. ആണോ, പെറ്റ തള്ളയാണോ നിങ്ങൾ? എന്നിട്ടെന്തേ ഈ മോനെ പെറ്റ ദിവസം കഴിഞ്ഞ 5 വർഷത്തോളം മറന്നുപോയി.
കൂടുതലൊന്നും വേണ്ട. ആ ദിവസം ഒന്ന് വിളിക്കാലോ. വീഴ്ച ചെയ്യണ്ട, സമ്മാനങ്ങൾ തരണ്ട, ഒന്നും വേണ്ട. പക്ഷേ ജിത്തുവിന് തൊണ്ടെഴുതി കണ്ണുകൾ പുകഞ്ഞു. കാർത്തിക് എന്തു പറയണമെന്നറിയാതെ നിന്നുപോയി. ശരിക്കും അവരത് മറന്നുപോയിരുന്നു. അറിയാതെ കാർത്തികയുടെ കണ്ണുകൾ നിറഞ്ഞു. ജിത്തേട്ടാ, എന്തിനാ സങ്കടപ്പെടുന്നേ? വാ, നമുക്ക് ഗൗരിയുടെ വീട്ടിൽ പോവാം. ജിത്തുവിന്റെ കൈ പിടിച്ച് അവിടുന്ന് നേരെ ഗൗരിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ പിന്നാലെ ആര്യനും ഉണ്ടായിരുന്നു. ജിത്തേട്ടൻ എന്തിനാ അവിടുന്ന് സങ്കടപ്പെട്ടത്? ജിത്തേട്ടന്റെ കണ്ണിന് അത് ഇഷ്ടമല്ല. അപ്പച്ചി മറന്നു പോയിട്ടുണ്ടാകും, അതാകും വിളിച്ച് വീഴ്ച ചെയ്യാതിരുന്നത്. അങ്ങനെ വിചാരിച്ച പോരെ. ഇങ്ങനെ വിഷമിക്കാനും കണ്ണും നിറയ്ക്കാനും പാടുണ്ടോ? നവമി ഗൗരിയുടെ വീണ്ടും മുറ്റത്ത് നിന്ന് കണ്ണും ചുണ്ടും കുറിപ്പിച്ചു വെച്ച് നവമി ജിത്തുവിനോട് പറഞ്ഞു. ഇതൊക്കെ കണ്ടു കേട്ട് ആരിനും കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ടും എന്നോട് മിന്നണ്ട, ഞാൻ പിണക്കാണ്. നവമി ഗൗരിയെ മാരനെയും നോക്കി മുഖം വെറുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ജിത്തു ഞാൻ ഈ നാട്ടുകാരനല്ല എന്ന പോലെ മിണ്ടാതെ നവമിയെ നോക്കിയിരുന്നു. ആമി, ഏട്ടൻ മോളല്ലടാ, പിണങ്ങാതെ. ഏട്ടൻ പറയുന്നൊന്ന് കേൾക്കടാ. നവമിക്കരികിൽ നിന്ന് ആര്യൻ പറയാൻ ശ്രമിച്ചു. എന്നോടൊന്നും പറയണ്ട. എനിക്ക് ഇടയ്ക്കൊക്കെ തോന്നിയതും നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമുണ്ടെന്ന്. പിന്നെ ഏട്ടനും പറഞ്ഞിട്ടില്ലേ ഗൗരിയുടെ ഇഷ്ടം തോന്നിയെന്ന്? പിന്നെ ഓർത്തു അങ്ങനെയുണ്ടെങ്കിൽ ഗൗരി എന്നോടാവും ആദ്യം പറയുകയെന്ന്. പക്ഷേ ഈ തവണ നവമിയുടെ കണ്ണുകൾ നിറഞ്ഞു. ആമി, ഇവിടെ ആരും സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾ പിരിയുമ്പോൾ നിനക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് തോന്നിയത് കൊണ്ടാണടി പറയാഞ്ഞത്. ക്ഷമിക്കാമി എന്നോട്. നവമിയെ കെട്ടിപ്പിടിച്ച് വിങ്ങി കരഞ്ഞ ഗൗരി. എന്നാലും എന്നോട് നീമേട്ടനും പറഞ്ഞില്ല. അതിൽ എനിക്ക് ഒത്തിരി സങ്കടമുണ്ട്. ആമി, ഇവിടെ പറഞ്ഞ് എല്ലാവരും സമ്മതിക്കുവാണെങ്കിൽ ഒരു സന്തോഷ വാർത്തയെ നിന്നോട് പറയാൻ കാത്തു വെച്ചതാണ് മോളെ. ഞാനാണ് ഗൗരിയോട് പറഞ്ഞത് ഇപ്പൊ പറയേണ്ടത്. അല്ലാതെ ഏട്ടൻ എൻ്റെ കുഞ്ഞിനോട് പറയാതെ ഒളിക്കോ? പറയുമ്പോൾ ആരിന്റെ കണ്ണു നിറഞ്ഞു. അത് മാത്രം നമുക്ക് സഹിക്കാനായില്ല. ആരിനെ ചുറ്റിപ്പിടിച്ചു അവൾ. ഞാൻ പിണങ്ങിയതല്ല ഏട്ടാ, സങ്കടം വന്നോണ്ടാണ്, അല്ലാതെ വേറൊന്നുമില്ല. പിന്നെ എനിക്കിതിന് പ്രായച്ചിത്തമായി ഇപ്പൊ ഐസ്ക്രീം വാങ്ങി തരണം. ആരിനൊപ്പം ഗൗരിയെയും കൂടെ ചുറ്റിപ്പിടിച്ച് നവമി വിങ്ങി പൊട്ടി പറഞ്ഞു. മതി മതി കരഞ്ഞത്. ജിത്തേട്ടന്റെ കുഞ്ഞിങ്ങി വന്നേ, ഐസ്ക്രീം ജിത്തേട വാങ്ങി തരും. കുശുമ്പോടെ അവളെ വലിച്ചെത്തനെ നെഞ്ചിൽ ചേർത്ത് പൊതിഞ്ഞു പിടിച്ചു. പോകാമോ കാണാ? നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചവളെ കാതിൽ ജിത്തു തിരക്കി. പോവാം. കൊഞ്ചലോടെ നവമി സമ്മതിച്ചു. ഗൗരി, ആര്യ, നിങ്ങൾ വരുന്നുണ്ടോ? ഞാൻ എൻ്റെ കണ്ണിന് സാരി വാങ്ങാൻ പോവാ. ജിത്തു നവമി പോകും മുൻപ് ചോദിച്ചു. ഇല്ല, പോയിട്ട് വാ. നാളെ നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം കേട്ടോ. രാവിലെ ഇങ്ങ് വരുമോ അതോ ഞങ്ങൾ അങ്ങോട്ട് വരണോ? ആര്യൻ നവമിയുടെ തലയിൽ നിന്ന് കൊട്ടി ജിത്തുവിനോട് ചോദിച്ചു. അതൊക്കെ ഞങ്ങൾ അങ്ങ് വന്നോളാം. അവളുമായി ബുള്ളറ്റിൻ്റെ അടുത്തേക്ക് നടക്കുമ്പോൾ ജിത്തു പറഞ്ഞു. അയ്യോ, ആമിമോൾ പോയോ ഗൗരി? കൊച്ചു വന്നിട്ടൊന്നും കഴിച്ചില്ലല്ലോ. നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ പെണ്ണെ? ഉച്ചയ്ക്ക് കഴിക്കാനായല്ലോ. ചിത്തുവും നവമിയും പോയ വഴിയെ നോക്കി ഷീജ വിഷമത്തോടെ പറഞ്ഞു. അവർ കറങ്ങാൻ പോയതാ, പുറത്തൊന്ന് കഴിക്കും. ഇവിടെ ഇപ്പോൾ അമ്മയുടെ മരുമോൻ നിൽക്കുവല്ലേ, ആര്യടം കഴിച്ചോളും ഇല്ലേ? ആരോട് ചോദിച്ചുകൊണ്ട് തന്നെ ഗൗരി ഷീജയെ സമാധാനിപ്പിച്ചു. പുറത്തൊക്കെ കറങ്ങി ഡ്രസ്സൊക്കെ എടുത്ത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു. ഫുഡ് കഴിച്ച് ഇരുവരും തിരികെ എത്തുമ്പോൾ രാത്രിയായിരുന്നു. അവർ എത്തുമ്പോൾ ഓർഡർ ചെയ്ത ഫ്ലോർ ബെഡും പില്ലോയും പെഡസ്റ്റൽ ഫാനും ഒക്കെ എത്തിയിരുന്നു. നാമി പോയി ഫ്രഷ് ആയിട്ട് വാ. വീട്ടിലെത്തിയതും കിടക്കാൻ വട്ടം കൂട്ടുന്ന നാമിയുടെ ജിത്തു പറഞ്ഞു. കുളിക്കാനോ? നല്ല തണുപ്പുണ്ട് ജിത്തേട്ടാ. കണ്ണിന് വയ്യാത്തതല്ലേ? എനിക്ക് കുളിക്കണ്ട, കണ്ണും കുഞ്ഞല്ലേ. ജിത്തുവിന്റെ കഴുത്തിലൂടെ കൈ ചുറ്റി തൂങ്ങി നിന്ന് കൊഞ്ചിയവൾ. ആണോ? ജിത്തേട്ടന്റെ കണ്ണിന് വയ്യയാണോ? കുഞ്ഞെ, എവിടെയാ വയ്യയ? ജിത്തേട്ടൻ നോക്കട്ടെ. ചോദിക്കുമ്പോൾ അവളുടെ കഴുത്തിലും ചുണ്ടിലും മുഖത്തും ആകെയും അവന്റെ ചുണ്ടമർന്നും കഴുത്തിൽ കടിച്ചു നിന്നു കറന്നും. അയ്യേ, വെടി ജിത്തേട്ടാ, ആകെ വിയർപ്പാണ്. ജിത്തേട്ടാ, വേണ്ട വേണ്ട. അയ്യോ, തണുക്കുന്നു. ജിത്തുവിന്റെ കൈകളിൽ കിടന്ന് പിടഞ്ഞ കുതിര പെണ്ണെ അവൻ ബാത്റൂമിൽ കൊണ്ട് നിർത്തി ഷവർ തുറന്നു വെച്ച് കൊടുത്തു. പോ ജിത്തേട്ടാ, ഞാൻ പിണങ്ങി, എനിക്ക് തണുക്കുന്നുണ്ട്. പിണക്കത്തോടെ അവനെ തള്ളി ബാത്റൂമിന്റെ പുറത്താക്കി വാതിലടച്ചു നാമി. ജിത്തു ഒരു ചിരിയുടെ ഓർഡർ ചെയ്ത് കൊണ്ടുവന്ന ഫ്ലോർ ബെഡ് നിലത്തേക്ക് വലിച്ചിട്ടു. ഷീറ്റ് വിരിച്ചു. പുതിയ പില്ലൊക്കെ എടുത്തു വെച്ചു. പിന്നെ നവമി ഇന്ന് വാങ്ങിച്ച ടെടിയുമൊക്കെ കണ്ടിട്ട് ജിത്തുവിന് ചിരി വന്നു. എല്ലാം അവളുടെ ഇഷ്ടമാണ്. അത് നിറമായാലും മോഡലായാലും ആ മുഖത്തെ സന്തോഷം കാണുമ്പോൾ എനിക്ക് സന്തോഷം. അതേ പുഞ്ചിരിയോടെ ജിത്തു ബാൽക്കണിയിൽ ഇറങ്ങി നിന്ന് പുറത്തേക്ക് നോക്കി നിന്നു. ജിത്തേട്ടാ, പോയി കുളിച്ചോ? പിന്നീട് നവമി വിളിച്ചു പറഞ്ഞതും ജിത്തു അവൾക്ക് അരികിൽ വന്ന് അവൾ തലമുടി ചുറ്റി പൊതിഞ്ഞു വെച്ചിരുന്ന തോർത്തഴിച്ചെടുത്ത് എന്നിട്ട് നന്നെ ഉണങ്ങിയ മറ്റൊരു തോർത്തെടുത്ത് അവളുടെ തല നന്നായി തുടച്ചു കൊടുത്തു. രാത്രിയല്ലേ കണ്ണ, തലമുടി ഉണങ്ങിയില്ലെങ്കിൽ വയ്യാതെയാകും. ജിത്തേട്ടൻ കുളിച്ചിട്ട് വരാം, അവിടെ ഇരുന്നു. ജിത്തു അവളെ ബെഡിലിരുത്തിയിട്ട് പോയി കുളിച്ചിട്ട് വന്നു. നല്ലോണം തല തുടക്കി ജിത്തേട്ടാ. എനിക്ക് മാത്രമല്ല, ഏട്ടനും വയ്യാതെയൊക്കെ ആവും കേട്ടോ. ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവൻ തുടച്ചു കൊടുത്ത പോലെ തന്നെ അവളും ജിത്തുവിന്റെ തല തുടച്ചു കൊടുത്തു. തല താഴ്ത്തി കൊടുത്തില്ലെങ്കിലും പാവം എത്തിക്കുത്തിന്നാണ് ചെയ്യുന്നത്. ജിത്തു അവളെ എടുത്ത് ഉയർത്തി പെണ്ണവന്റെ അറിയിൽ കാൽ ചുറ്റി പിടിച്ചിരുന്ന് തല നന്നായി തുടച്ചു കൊടുത്തു. ഇപ്പൊ കണ്ടോ, നല്ലോണം തുടച്ചു, ഇങ്ങനെ വേണം തുടയ്ക്കാൻ പറഞ്ഞിട്ട് ജിത്തുവിന്റെ മുഖത്തേക്ക് നോക്കിയ നവമി അവന്റെ മുഖത്തെ ഭാവം കണ്ടു. പതിയെ അവന്റെ ഇടുപ്പിൽ നിന്നും ഊർന്നിറങ്ങാൻ ശ്രമിച്ചു. എന്തിനിങ്ങനെ നോക്കണം ജിത്തേട്ടാ? നവമി പതിയെ കണ്ണുകൾ മാത്രം ഉയർത്തി നോക്കി ചോദിച്ചു. എന്തേ? ജിത്തേട്ടനെ നോക്കിക്കൂടെ? ജിത്തുവിന്റെ ശബ്ദം പോലും മാറിയത് നവമി അറിഞ്ഞു. വേദനയൊക്കെ മാറിയ കുഞ്ഞെ? അവളെ ബെഡിൽ ചായച്ച് കിടത്തിക്കൊണ്ട് ജിത്തു ചോദിച്ചു.
അവൾ പതിയൊന്നും ഓടി. ജിത്തു മുഖം ആ മുഖത്തിന് നേരെ താഴ്ത്തി ആ വിറയ്ക്കുന്ന ചുണ്ടുകൾ കവർന്നെടുത്തു. ആ കുഞ്ഞിപ്പെണ്ണെന്ന് പിടഞ്ഞു. അവന്റെ വിരലുകളും ചുണ്ടും നാവും ആ ദേഹമാകെ പരത്തി നടന്നു. ഒടുവിൽ ഒരു പേമാരി പോലെ ആർത്തു പെയ്ത് അവളിൽ തന്നെ തളർന്നു വീണവനെ പൊതിഞ്ഞു പിടിച്ച് തലോടി നവമി. ഇതിനിടെ 1000 വട്ടം കണ്ണ എന്ന വിളി ജിത്തുവിൽ നിന്നും ഉതിർന്നു വീണു. ഓരോ വിളിയിലും നവമിയുടെ ഉള്ളം നിറഞ്ഞു. ജിത്തേട്ടാ. അവൻ നഗ്നമായി നെഞ്ചിൽ മുഖം ചേർത്ത് കിടന്നു നവമി പതിയെ വിളിച്ചു. എന്താടാ കുഞ്ഞെ? ചോദിക്കുമ്പോൾ അവന്റെ ചുണ്ടാ നെറ്റിയിൽ അമർന്നു. എന്നാ വല്യച്ഛൻ അങ്ങനെ പറഞ്ഞത് ജിത്തേട്ടൻ സങ്കടായോ? എന്തു പറഞ്ഞത്? ജിത്തു അറിയാത്ത പോലെ തിരക്കി. ഞാൻ കേട്ടതിന് ജിത്തേട്ടനും കേട്ടു. അപ്പൊ എന്തിനാ കള്ളം പറഞ്ഞേ? സത്യം പറയേ, സങ്കടായോ? അവനെ ഒന്നുകൂടെ മുറുക്കെ കെട്ടിപ്പിടിച്ച് നവമി തിരക്കി. വിഷമമായെന്ന് ചോദിച്ചാലായി. അന്ന് വാണിയോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്തതൊന്നും തെറ്റായി തോന്നിയില്ല. പക്ഷെ ഇപ്പോ ഇങ്ങനെ ഓരോന്നും കേൾക്കുമ്പോൾ വേദനയുണ്ട്. എന്നെ വാണി നിസ്സാരമായി ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞെന്ന് ഓർക്കുമ്പോൾ, അറിഞ്ഞുകൊണ്ട് ചതിച്ചതാണെന്ന് ഓർക്കുമ്പോൾ സ്വയം വെറുപ്പ് തോന്നും. പോ അവിടുന്ന്. നിമിഷം നേരം കൊണ്ട് ജിത്തുവിനെ തള്ളി മാറ്റി തിരിഞ്ഞു കിടന്നു നവമി. എന്താടി? പിന്നിൽ നിന്നും അവളെ പുണർന്ന് ജിത്തു പിൻകഴുത്തിൽ മുഖം അമർത്തി. എന്തിനാ ആ പെണ്ണിന്റെ പേര് പറഞ്ഞത്? എനിക്കതിഷ്ടമല്ല. ജിത്തേട്ടൻ അവരെ ഓർക്കണ്ട. എന്റെയാണ് ജിത്തേട്ടൻ. കണ്ണന്റെ ജിത്തേട്ടൻ. വീണ്ടും തിരിഞ്ഞു കിടന്നവനെ വരിഞ്ഞു മുറുക്കി വിതുമ്പി നവമി. ഞാനാണോടി ഇതൊക്കെ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത്? നീയല്ലേ? എന്നിട്ട് പിണങ്ങുന്നു, കരയുന്നു. ആ മുഖത്താകെ പടർന്ന കണ്ണുനീര് അവൻ ചുണ്ടാൽ തുടച്ചു മാറ്റി. ഞാൻ ഓർമ്മിപ്പിച്ചാലും ജിത്തേട്ടൻ ഓർക്കണ്ട. പേരും പറയണ്ട. പറയോ കണ്ണന്റെ ജിത്തേട്ടനല്ലേ? നവമി അവന്റെ മുഖത്തും കണ്ണിലുമൊക്കെ ചുണ്ടമർത്തി ചോദിച്ചുകൊണ്ടിരുന്നു. ആണല്ലോ, എന്റെ കണ്ണിന്റെ മാത്രം ജിത്തേട്ടനാണ്. നമുക്ക് വേറെ ആരും വേണ്ട. നമ്മൾ മാത്രം മതി. പറഞ്ഞുകൊണ്ട് തന്നെ അവളെ ചുണ്ടുകളെ ആഞ്ഞു നുകർന്നു ജിത്തു. മാറി ജിത്തേട്ടാ. കിതപ്പോടെ അവനെ തള്ളി നീക്കി നവമി. എന്താടി നിനക്ക്? ആസ്വദിച്ചു കൊണ്ടിരുന്ന കാര്യം ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോയ ദേഷ്യത്തിൽ ജിത്തു ചോദിച്ചു. എന്താ ജിത്തേട്ടൻ പറഞ്ഞേ? ആരും വേണ്ടെന്നോ? നമുക്ക് നമ്മളും മതിയെന്നോ? ചാടി പിടഞ്ഞെഴുന്നേറ്റ് ബെഡിലിരുന്ന് നവമി ചോദിച്ചു. ജിത്തുവളുടെ ഇരിപ്പാകിയെന്ന് നോക്കി. വെളുത്ത് തൊടുത്ത നഗ്നമായ ആ താമരമട്ട് യാതൊരു മറവുമില്ലാതെ അവന്റെ മുന്നിൽ നിറഞ്ഞു നിന്നു. ജിത്തുവിനെ നോട്ടം കണ്ട് സ്വയം നോക്കിയ നവമി നാവ് കടിച്ച് കണ്ണുകൾ അടച്ച ബെഡിലേക്ക് വീണ്ടും ബെഡ്ഷീറ്റ് വലിച്ച് മൂടിക്കളഞ്ഞു. കണ്ണാ, എന്താടാ? എന്തിനിപ്പോ പൊതിഞ്ഞ് മൂടിക്കിടക്കുന്നേ? ജിത്തേട്ടൻ കാണാത്തൊന്നും അല്ലല്ലോ. അവൻ ആ പെണ്ണെ വരിഞ്ഞ് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു പറഞ്ഞു. അവളും അവനെ ചുറ്റിപ്പിടിച്ച് കഴുത്തിൽ മുഖം അമർത്തി കിടന്നു. ജിത്തേട്ടാ, ഇനി നമുക്കിടയിൽ ആരും വേണമെന്നൊന്നും പറയലേ. അവന്റെ കഴുത്തിൽ ചുണ്ടമർത്തി നാവ് കൊണ്ട് നുഴിഞ്ഞു നവമി പറഞ്ഞു. അതെന്താ അങ്ങനെ? വിറച്ചുകൊണ്ട് ജിത്തു തിരക്കി. പിന്നെ നമ്മുടെ വാവമാര് വരുമ്പോ എന്ത് ചെയ്യും? നവമി അവന്റെ ചുണ്ടിൽ അമർത്തി ഉമ്മ വെച്ച് ചോദിച്ചു. വാവയോ? ജിത്തു കണ്ണും വീഴ്ചു. വാവയോ? അല്ല ജിത്തേട്ടാ, വാവമാർ 5 പേരെങ്കിലും വേണം. എന്താണ്? എത്രയാ? ജിത്തു പിടഞ്ഞെഴുന്നേറ്റ് ബെഡിന്റെ ഹെഡ് റെസ്റ്റിൽ ചാരിയിരുന്ന് നവമിയെ നോക്കി തിരക്കി. 5 പേര്. എന്താ കേട്ടിട്ടില്ലേ? എനിക്ക് എന്തായാലും 5 കുഞ്ഞുവാവകൾ വേണം. പെണ്ണെഴുന്നേറ്റ് അവന് നെഞ്ചോരം ചാഞ്ഞിരുന്ന് നെഞ്ചിലെ രോമങ്ങൾ കിള്ളി പറിച്ചുകൊണ്ട് പറഞ്ഞു. അത്രയൊക്കെ വേണോ കണ്ണ? എന്റെ കുഞ്ഞിനെ താങ്ങാൻ പറ്റുന്നത് പോരേടാ. ആ ചുണ്ടിൽ വിരലോടിച്ചു ജിത്തു. വേണം, എനിക്ക് 6 പേര് വേണമെന്നായിരുന്നു. ജിത്തേട്ടൻ കളിയാക്കരുതെന്ന് കരുതിയിട്ടാണ് 5 പറഞ്ഞത്. അവന്റെ കയ്യിൽ പിടിച്ച് വിരലുകളിൽ ഉമ്മ വെച്ചുകൊണ്ട് നവമി പറഞ്ഞു. എന്റെ പൊന്നെ, അത് ഇത്തിരി കൂടി പോയില്ലേ? ഇത്തിരി കൂടെ കുറയ്ക്കാം നമുക്ക്. ജിത്തു അവളെ കുറച്ചുകൂടെ ഉയർത്തി നെഞ്ചിൽ കിടത്തി. വേണ്ട ജിത്തേട്ടാ, കുറവൊന്നും വേണ്ട. നമുക്ക് 5 വാവ വേണം. സമ്മതിക്ക് ജിത്തേട്ടാ. അവനെ നെഞ്ചിൽ പതിയെ കടിച്ചു നവമി. അതിപ്പോ ഞാൻ സമ്മതിച്ചിട്ട് കാര്യമില്ലല്ലോ. ജിത്തു ചിരി കടിച്ചു പിടിച്ചു. അതെന്താ ജിത്തേട്ടാ? നവമി മുഖം ഉയർത്തി അവനെ നോക്കി. നീ കൂടെ വിചാരിക്കണ്ടേ? എപ്പോൾ ചോദിച്ചാലും നിനക്ക് വേദനയാണെന്നല്ലേ പറയുക? ജിത്തു പൊട്ടി വന്ന ചിരി അടക്കി പിടിച്ചു പറഞ്ഞു. ദുഷ്ട, ഇത്തിരി നേരം മുൻപ് എന്നെ എന്തൊക്കെ ചെയ്തു? കടിച്ചു. എന്നിട്ടിപ്പോൾ പറയുന്നത് കേട്ടില്ലേ? അവന്റെ ദേഹത്ത് പിച്ചുകയും മാന്തകയും ഒക്കെ ചെയ്ത് നവമി. ഒപ്പം കണ്ണൊക്കെ നിറച്ച് ചുണ്ടും കൂർപ്പിച്ച് പിടിച്ചിട്ടുണ്ട്. ഏയ് കണ്ണ, ജിത്തേട്ടൻ ചുമ്മാ പറഞ്ഞതാടാ. എൻ്റെ കുഞ്ഞിന് എത്ര കുഞ്ഞുവാവകളെ വേണം? ജിത്തേട്ടൻ തരില്ലേ? ആ കൂർപ്പിച്ച ചുടികളെ കടിച്ചെടുത്ത് നുകരുമ്പോൾ വല്ലാത്തൊരു ആവേശത്തോടെ നവമി അവനിലേക്ക് ചേർന്നു. കുഞ്ഞെന്ന ചിന്ത നവമിക്ക് ആഗ്രഹമാണെങ്കിൽ ജിത്തുവിന് അത് നഷ്ടപ്പെടലിന്റെ വേദനയായിരുന്നു. നെഞ്ചോരം ചേർന്ന് പതുങ്ങിക്കിടന്ന നവമിയും ജിത്തു ബെഡിലേക്ക് ചായച്ചു കിടത്തി. അവളെ ഷീറ്റെടുത്ത് പൊതിപ്പിച്ച ശേഷം പതിയെ അവൾ കരികിൽ നിന്നും എഴുന്നേറ്റ് ബാൽക്കണി ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി സോപാന പടിയിലിരുന്നു. ആകാശത്തേക്ക് നോക്കി അവിടെ ഒറ്റയ്ക്ക് ഒരു കുഞ്ഞു നക്ഷത്രം ഉണ്ടോ എന്ന്